ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. കാലപുരുഷൻ്റെ നാലാമത്തെ രാശിയായ കർക്കിടകം രാശി, ക്യാൻസർ സൈൻ, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കർക്കിടകം രാശി ചന്ദ്രരാശിയാണ്, ചന്ദ്രൻ്റെ ക്ഷേത്രമാണ്, രാശിയാണ്, യുഗ്മരാശിയാണ്, സ്ത്രൈണതയുടെ സ്വഭാവമുള്ളതാണ്. യുഗ്മരാശി സ്ത്രീ രാശിയാണ്, ചരരാശിയാണ്, പെൺരാശിയാണ്, ജലരാശിയാണ്, പൃഷ്ഠോദയമാണ്, മാതാവിൻ്റെ രാശിയാണ്, മാതാവ്, മാതാവിൻ്റെ കുടുംബം എന്നിവയുടെ സ്ഥാനം എന്നിവയുടെ പ്രശ്നം നോക്കുന്നത് കർക്കിടകം രാശിയിലൂടെയാണ്. വ്യാഴത്തിൻ്റെ പൂർണ്ണബലമുള്ള ഉച്ചരാശി കൂടിയാണ്. 5-ാം ഭാവം ലഗ്നത്തിലും ലഗ്നാധിപൻ 5-ലും നീചനാകുന്ന രാശിയാണ്. ചന്ദ്രൻ ഭാവാധിപൻ, ചന്ദ്രഭാവാധിപൻ നീചനാകുന്നു, വ്യാഴം ഉച്ചനാകുന്നു. അങ്ങനെയുള്ള ക്രിയേറ്റീവായ സൃഷ്ടിയുടെ രാശിയാണ്. സ്വന്തമായി ദുരന്തം വരുത്തും ഞണ്ടിനെ പോലെ, അങ്ങനെയുള്ള പ്രകൃതക്കാരാണ്. പുണർദം 4-ാം പാദം ഈ രാശിയിലാണ്. പൂയം, ആയില്യം, ഇത്രയും നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത്. പുണർദം കാൽ രാശി 4-ാം പാദം വ്യാഴവും ചന്ദ്രനും കോമ്പിനേഷൻ കൂടിയാണ്. പൂയം ശനി ചന്ദ്രൻ കോമ്പിനേഷനാണ്. പൂയം നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുന്നത്. പുണർദം നക്ഷത്രക്കാർ വ്യാഴദശയിലാണ് ജനിക്കുന്നത്. ചന്ദ്രൻ്റെ രാശിയാണ്. അപ്പോൾ ശനി ചന്ദ്രൻ, വ്യാഴം ചന്ദ്രൻ കോമ്പിനേഷൻ വരും. ആയില്യം സർപ്പദശയിലാണ് ജനിക്കുന്നത്. അപ്പോൾ സർപ്പവും ചന്ദ്രനുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ആയില്യം നക്ഷത്രത്തിന്. അങ്ങനെയുള്ള രാശിയാണ് കർക്കിടകം രാശി. 11-ാം ഭാവം, ചരരാശിയുടെ 11-ാം ഭാവം ബാധാസ്ഥാനമാണ്. ശുക്രനാണ് ബാധ. സന്താനപരമായിട്ടുള്ള സ്നേഹം, ദുഃഖം, രാത്രിയിൽ ആക്റ്റീവാകുന്ന രാശിയാണ്. മൂങ്ങിയെപ്പോലെ നൊസ്റ്റാൾജിയക്കാരാണ്, സീക്രട്സ് ഉള്ളവരാണ്, പ്രണയ വിവാഹ പരാജയം ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ്. ചന്ദ്രൻ നീച ക്ഷീണ ബലമുള്ള, പക്ഷബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ കാര്യം നടക്കാൻ കെയറിങ് ചേർത്ത് പിടിക്കുന്നവരാണ്, കാര്യം നടക്കുന്നതിന് വേണ്ടി മാത്രം. അങ്ങനെയൊക്കെയുള്ള ഇമോഷണലായ, തന്ത്രശാലികളായ, ഒരു കുഴിക്കുള്ളിൽ തൻ്റേതായ രീതിയിൽ ഉൾവലിഞ്ഞിരിക്കുന്ന ഞണ്ടിനെ പോലെ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് വീട്ടിനകത്ത് ഉൾവലിഞ്ഞിരിക്കുന്നവരാണ്. ഇമോഷൻസ് കേൾക്കാൻ കഴിവുള്ളവരാണ്. എന്ത് വിഷയത്തെയും സെൻസ് ചെയ്തെടുക്കുന്നവരാണ്. ഏത് വിഷയവും സെൻസ് ചെയ്തെടുക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരാണ്. അമ്മയുടെ മുഖം മൂടിയാണ്, മദർ ഫീലിംഗ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള രാശിയാണ് കർക്കിടകം രാശി. അപ്പോൾ പക്ഷബലം കുറവായ ചന്ദ്രനാണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ദർശന പരിഹാരക്രിയകൾ ചെയ്തു കൊള്ളണം. ദുർഗാദേവി ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, പൗർണമിക്ക് പ്രത്യേക പൂജ, ദുർഗാദേവി ക്ഷേത്രത്തിൽ, അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലൊക്കെ നടത്തുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പിന്നെ പൗർണമിക്ക് പൊങ്കാല, ശർക്കര പൊങ്കൽ ഒക്കെ ഇടുന്നതും
ഏറ്റവും ഉത്തമമാണ്. ദുർഗാദേവി ദർശനം, ദുർഗാദേവി പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യണം. പുണർതം നക്ഷത്രക്കാർ ശ്രീകൃഷ്ണനെയും കൂടി ഭജിക്കണം. പൂയം നക്ഷത്രക്കാർ ശിവനെയും ശാസ്താവിനെയും ഭജിക്കണം. ദുർഗാദേവിയോടൊപ്പം ആയില്യം നക്ഷത്രക്കാർ സർപ്പങ്ങളെയും ദുർഗാദേവിയെയും ഭജിക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരപരമായിട്ടുള്ള രീതി. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.